ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ SCERT ടെക്സ്റ്റിലെ പേജ് നമ്പർ 449 ഇല്ലസ്ട്രേഷൻ 3 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ടോട്ടൽ പർച്ചേസസ് ആൻഡ് ടോട്ടൽ സെയിൽസ് ഓഫ് മിസ്റ്റർ അമിത് ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഫോർ ദ ഇയർ എൻഡിങ് ഓൺ March 31, 2011. താഴെ തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ നിന്നും ടോട്ടൽ പർച്ചേസും ടോട്ടൽ സെയിൽസും കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്താ ഈ ടോട്ടൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ, അതായത് ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും കൂടി ചേരുന്നത് അല്ലേ. അപ്പം ടോട്ടൽ പർച്ചേസ് ഈക്വൽസ് ക്യാഷ് പർച്ചേസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ്. അതുപോലെ ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാലോ ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും കൂടി ചേരുന്നത് അല്ലേ. അപ്പോൾ ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽ. അപ്പോൾ ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഓരോ ഇൻഫോർമേഷനും ഒന്ന് വായിച്ച് മനസ്സിലാക്കാം, അത് എങ്ങോട്ടേക്കാണ് എഴുതേണ്ടതെന്നൊക്കെ. ടോട്ടൽ ഡെപ്റ്റേഴ്സ് ആസ് ഓൺ April 1, 2010 40,000. 2010 April 1 ഡെപ്റ്റേഴ്സിൻ്റെ ബാലൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ എൻഡ് ചെയ്യുന്നത് എന്നാണ് 31 March 2011 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് അല്ലേ. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് ആണ്. അപ്പം അത് എവിടെ എഴുതേണ്ടത്, ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. അസറ്റ് ആണ്, അസറ്റ്സിൻ്റെ എല്ലാം ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പം ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഈ ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ടത്. നെക്സ്റ്റ്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ April 1, 2010. ഇതും ഓപ്പണിംഗ് ബാലൻസ് തന്നെ. ഏതിൻ്റെയാ, ക്രെഡിറ്റേഴ്സിൻ്റെ. ക്രെഡിറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എവിടെ എഴുതേണ്ടത്, നമുക്കറിയാം ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്, ലയബിലിറ്റീസിൻ്റെ എല്ലാം ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ആയിരിക്കും. അപ്പം ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. നെക്സ്റ്റ്, ബിൽസ് റിസീവബിൾ ആസ് ഓൺ April 1, 2010. ബിൽസ് റിസീവബിൾ അക്കൗണ്ടും ഉണ്ട് ഇവിടെ. അപ്പം ടോട്ടൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. ബിൽസ് റിസീവബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അസറ്റ് ആണ്, അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, ബിൽസ് പേയബിൾ ആസ് ഓൺ April 1, 2010. ബിൽസ് പേയബിൾ ലയബിലിറ്റിയുടെ അക്കൗണ്ടാണ്, അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അതെന്ന് പറയുന്നത് എവിടെ എഴുതണം, ടോട്ടൽ ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. നെക്സ്റ്റ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഡിസ്കൗണ്ട് റിസീവ്ഡ്, അതായത് ഇവിടെ ആരായിരിക്കും ഡിസ്കൗണ്ട് തന്നിരിക്കുന്നത്, ക്രെഡിറ്റേഴ്സ് അല്ലേ. അതായത് ബിസിനസ്സിന് ഡിസ്കൗണ്ട് കിട്ടിയതാണ്. അതെന്ന് പറയുന്നത് ആര് കൊടുത്തിരിക്കുന്നതായിരിക്കും, ക്രെഡിറ്റേഴ്സ് അല്ലേ. അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ടിൽ കുറച്ച് കിഴിവ് അനുവദിച്ച് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് എവിടെ എഴുതേണ്ടതാണ്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. അതായത് കിഴിവ് കൊടുക്കുന്ന അത്രയും തുകയ്ക്ക് ആ ലയബിലിറ്റി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് എവിടെ എഴുതണം, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. പിന്നെ ബാഡ് ഡെറ്റ്. ബാഡ് ഡെറ്റ് വന്നാൽ എന്താ ചെയ്യേണ്ടത്, അതായത് സൺട്രി ഡെറ്ററിൻ്റെ ഒരു ഭാഗമാണ് ബാഡ് ഡെറ്റായി മാറുന്നത് അല്ലേ. അപ്പോൾ സൺട്രി ഡെറ്റർ ബാഡ് ഡെറ്റ് വന്നു കഴിഞ്ഞാൽ സൺട്രി ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് അത്രയും തുകയ്ക്ക് എന്ത് ചെയ്യുന്നു, കുറയുന്നു അല്ലേ. അതായത് സൺട്രി ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് അവിടെ ഡിക്രീസ് ചെയ്യുന്നു. അപ്പം അവിടെ അതും ഏത് അക്കൗണ്ടിലാണ് എഴുതേണ്ടത്, ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അല്ലേ. അതായത് അവിടെ ഒരു അസറ്റ് എന്ത് ചെയ്യുകയാണ്, ഡിക്രീസ് ചെയ്യുന്നത്. ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കുന്ന ഐറ്റവും ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യിക്കുന്ന ഐറ്റവുമാണ് എഴുതേണ്ടത്. അപ്പം നമുക്കറിയാം ബാഡ് ഡെറ്റ് വരുമ്പോൾ സൺട്രി ഡെറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അത് എവിടെ എഴുതണം, ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. നെക്സ്റ്റ്, റിട്ടേൺ ഇൻവേർഡ്സ്. റിട്ടേൺ ഇൻവേർഡ്സ്. ഇൻവേർഡ് എന്ന് പറയുമ്പോൾ എന്താ, ബിസിനസ്സിലേക്ക് തിരികെ വന്നു, അതായത് വിറ്റ സാധനം തിരിച്ചു വന്നു. അപ്പോഴെന്ത് സംഭവിക്കും, അപ്പോൾ സൺട്രി ഡെറ്റർ തരാനുള്ള ആ എമൗണ്ട് എന്ത് ചെയ്യുന്നു, കുറയുന്നു അല്ലേ. സൺട്രി ഡെറ്റർ എന്ന് പറഞ്ഞ അസറ്റ് അത്രയും തുകയ്ക്ക് റെഡ്യൂസ് ചെയ്യുന്നു. കാരണം തിരിച്ചു തന്ന ഡെറ്റേഴ്സിന് കൊടുത്തിരുന്നായിരുന്നു, അവരത് കേടുപാട് കൊണ്ട് തിരികെ തന്നതാണ്. അപ്പോൾ ആ എമൗണ്ട് കുറച്ചല്ലേ ഇനി അവർ തരത്തുള്ളൂ, അതുകൊണ്ട്. അപ്പോൾ ഇത് എവിടെ എഴുതണം, ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. നെക്സ്റ്റ്, ഡിസ്കൗണ്ട് അലൗഡ്. ഇതെന്താണ്, ബിസിനസ്സിൽ നിന്ന് ഡെറ്റേഴ്സിന് ഡിസ്കൗണ്ട് അലൗ ചെയ്തതാണ് അല്ലേ. അതായത് ഡെറ്റേഴ്സ് കൃത്യമായി ക്യാഷ് കൊണ്ടുവന്ന് തന്നപ്പോൾ
കുറച്ച് തുക ബിസിനസ് എന്ത് ചെയ്തു, കിഴിവ് അനുവദിച്ചു കൊടുത്തു. അപ്പോൾ ഇത് എവിടെ എഴുതേണ്ടത്, ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ ഇത്രയും തുകയ്ക്ക് ഡിസ്കൗണ്ട് അലവ് ചെയ്യുമ്പോൾ അത്രയും തുകയ്ക്ക് ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ക്ലിയർ? നെക്സ്റ്റ്, ക്യാഷ് സെയിൽസ് 10,000, ക്യാഷ് പർച്ചേസസ് 8,000. ഇതെന്തിനാ തന്നിരിക്കുന്നത്, നമ്മളോട് ടോട്ടൽ സെയിൽസും ടോട്ടൽ പർച്ചേസും കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ സെയിൽസ് ആണെങ്കിൽ ക്യാഷ് സെയിൽ പ്ലസ് ക്രെഡിറ്റ് സെയിലാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് കാണുമ്പോൾ ഈ ക്യാഷ് സെയിലിൻ്റെ എമൗണ്ടും കൂടി ആഡ് ചെയ്യണം ക്രെഡിറ്റ് സെയിലിൻ്റെ കൂടെ. അതുപോലെ തന്നെ ക്യാഷ് പർച്ചേസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫൈനലായിട്ട് ഉള്ള ടോട്ടൽ സെയിൽസും ടോട്ടൽ പർച്ചേസും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇൻഫോർമേഷൻ എടുത്താൽ മതി. അതല്ലാതെ ഇത് ഒരു അക്കൗണ്ടിലേക്കും ഇതിപ്പോൾ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നെക്സ്റ്റ്, ടോട്ടൽ ഡെറ്റേഴ്സ് ആസ് ഓൺ മാർച്ച് 31, 2011. ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് അല്ലേ. നമുക്കറിയാം ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആണ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് വരുന്നത് ഏതായിരിക്കും, ക്രെഡിറ്റ് ആയിരിക്കും. ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഇത് വരേണ്ടത്. നെക്സ്റ്റ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് കിട്ടി. അപ്പോൾ എന്ത് സംഭവിക്കും, അത്രയും തുകയ്ക്ക് ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് അവിടെ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു. നെക്സ്റ്റ്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുക്കുന്നു. അപ്പോൾ അത്രയും തുകയ്ക്ക് ക്രെഡിറ്ററോടുള്ള ബാധ്യത എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ക്യാഷ് റിസീവ്ഡ് അഗൈൻസ്റ്റ് ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിളിന്മേൽ ക്യാഷ് കിട്ടിയിരിക്കുന്നു. അപ്പം ബിൽസ് റിസീവബിൾ അക്കൗണ്ടിലാണ് ഇത് പോകേണ്ടത് അല്ലേ. അപ്പം ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, കാരണം ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് അത്രയും തുകയ്ക്ക് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ്, പേയ്മെന്റ് മെയ്ഡ് അഗൈൻസ്റ്റ് ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിളിന്മേൽ പേയ്മെന്റ്സ് നൽകിയിരിക്കുന്നു. അതായത് ക്രെഡിറ്റർക്ക് കൊടുക്കാനുണ്ടായിരുന്ന എമൗണ്ട് കൊടുക്കുന്നു അല്ലേ. അപ്പം അത് എവിടെയാണ് പോകേണ്ടത്, ബിൽസ് പേയബിൾ അക്കൗണ്ടിൽ. ടോട്ടൽ ബിൽസ് പേയബിൾ അക്കൗണ്ടിലാണ് എഴുതേണ്ടത്, അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ. കാരണം അത്രയും പേയ്മെന്റ് നടത്തുമ്പോൾ അത്രയും തുകയ്ക്ക് ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ലയബിലിറ്റി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ മാർച്ച് 31, 2011. എന്ന് പറയുന്നത് എന്താ, ക്രെഡിറ്ററുടെ ക്ലോസിംഗ് ബാലൻസ് ആണ് അല്ലേ. അപ്പം ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഇതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എഴുതേണ്ടത്. നെക്സ്റ്റ്, ബിൽസ് പേയബിൾ ആസ് ഓൺ മാർച്ച് 31, 2011. ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്, ലയബിലിറ്റി ആണ്. അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എവിടെയാണ് വരുന്നത്, ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. നെക്സ്റ്റ്, ബിൽസ് റിസീവബിൾ ആസ് ഓൺ മാർച്ച് 31, 2011. ബിൽസ് റിസീവബിൾ അസറ്റ് ആണ്. ആ അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എവിടെയാണ് വരുന്നത്, ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ എല്ലാ ഇൻഫോർമേഷൻസും വായിച്ചു എങ്ങോട്ടാണ് എഴുതേണ്ടത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ആദ്യം ഇനി ഇതിനകത്ത് തയ്യാറാക്കേണ്ടത് ടോട്ടൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട്, ബിൽസ് പേയബിൾ അക്കൗണ്ടുമാണ് ആദ്യം തയ്യാറാക്കേണ്ടത്. കാരണം അതിൽ നിന്ന് ടോട്ടൽ എത്ര രൂപയുടെ ബിൽസ് റിസീവബിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ എത്ര രൂപയുടെ ബിൽസ് പേയബിളിന് അക്സെപ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, ഇത് രണ്ടും അറിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ടോട്ടൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് തയ്യാറാക്കുക. ബിൽസ് റിസീവബിൾ അക്കൗണ്ടിലേക്ക് എഴുതാനുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഒന്ന്, ബിൽസ് റിസീവബിളിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. ബിൽസ് റിസീവബിൾ അസറ്റ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് എവിടെയേ വരികയുള്ളൂ, ഡെബിറ്റ് സൈഡിലാണ് വരികയുള്ളൂ. പിന്നെ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലുമായിരിക്കും വരുന്നത്. പിന്നെ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യിക്കുന്ന എമൗണ്ട് ഡെബിറ്റ് സൈഡിലും അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യിക്കുന്ന എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലും. ഇപ്പോൾ ഇവിടെ ഒരു ഐറ്റമേ ഉള്ളൂ, അതായത് ഈ ബിൽസ് റിസീവബിളിന്മേൽ ക്യാഷ് കൊടുക്കുമ്പോൾ അത്രയും തുകയ്ക്ക് ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് അവിടെ കുറയുകയാണ്. പിന്നെ ബിൽസ് റിസീവബിൾ ഇല്ലല്ലോ, അത് ക്യാൻസലായി. അത്രയും തുക ക്യാഷ് കൊടുത്തു കഴിഞ്ഞെന്നാൽ പിന്നെ ആ ഒരു അസറ്റ് അവിടെ ഇല്ല. അപ്പോൾ ആ ക്യാഷ് എത്രയാണ്, 25,000 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പേയ്മെൻറ്റ് ക്യാഷ് റിസീവ്ഡ് അഗൈൻസ്റ്റ് ബിൽസ് റിസീവബിൾ കണ്ടോ, 25,000 അത് എഴുതുന്നു. വേറെ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ഡെറ്റേഴ്സ്. അതായത് ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഈ 30,000 രൂപയുടെ ബിൽസ് റിസീവബിൾ ആണ് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ടോട്ടൽ ബിൽസ് റിസീവബിളിൻ്റെ എമൗണ്ട് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അതുപോലെ ബിൽസ് പേയബിൾ അക്കൗണ്ട് തയ്യാറാക്കുക. ബിൽസ് പേയബിൾ അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ലയബിലിറ്റി അക്കൗണ്ടാണ്. അവിടെയും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്.
ഇവിടെ പേയ്മെൻറ്റ് മെയ്ഡ് എഗനിസ്റ്റ് ബിൽസ് റിസീവബിളും തന്നിട്ടുണ്ട്. അത്രയും ഐറ്റംസും കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ലയബിലിറ്റിയാണ്. ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് സൈഡിലേ വരികയുള്ളൂ, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലേ വരത്തുള്ളൂ. പിന്നെ അതുപോലെ ഇവിടെ പേയ്മെൻറ്റ്, ക്യാഷ് പേയ്മെൻറ്റ്, അത്രയും തുക ക്യാഷ് കൊടുത്തപ്പോൾ ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ലയബിലിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അതും ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ ക്രെഡിറ്റേഴ്സ്, അതായത് ഇത്രയും ബിൽസ് പേയബിൾ ആണ് നമ്മൾ കൊടുക്കാനുള്ളത്. നമ്മൾ അക്സെപ്റ്റൻസ് കൊടുത്തിരിക്കുന്ന എത്ര രൂപയുടെയാണ്? 45,000 റുപ്പീസിൻ്റെയാണ് ബിൽസ് പേയബിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കാം. ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പോൾ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന അസറ്റ് അക്കൗണ്ടാണ്. അസറ്റ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലും ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലുമാണെന്നറിയാം. അതിന് പ്രകാരം ഏറ്റവും ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതണം, പിന്നെ ക്ലോസിംഗ് ബാലൻസ് എഴുതണം. ഓപ്പണിംഗ് ബാലൻസ് അസറ്റ്സിൻ്റെ എപ്പോഴും എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ. ക്ലോസിംഗ് ബാലൻസ് വരുന്നത് ക്രെഡിറ്റ് ആയിരിക്കും, അത് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിലും എഴുതണം. പിന്നെ ഇവിടെ വരുന്ന ഈ ടോട്ടൽ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യിക്കുന്ന ഐറ്റംസ് വരുന്ന ഒന്ന്, ഈ ഡെറ്റേഴ്സിലെ കുറച്ച് തുക 2,000 രൂപയെ ബാഡ് ഡെറ്റ് ആയിട്ടുണ്ട്. ബാഡ് ഡെറ്റ് ആകുമ്പോൾ അത്രയും തുകയ്ക്ക് സൺഡ്രി ഡെറ്റ് എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പിന്നെ അത്രയും ഈ 2,000 കുറച്ചിട്ടല്ലേ നമ്മൾ സൺഡ്രി ഡെറ്ററിൻ്റെ എമൗണ്ട് എഴുതാറുള്ളൂ ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോഴാണേലും, ഓർക്കുന്നില്ലേ? പിന്നെ റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിൽസ് റിട്ടേൺ ആണ്. അതായത് ഡെറ്റർക്ക് കടത്തിൽ വിറ്റത്, അതിൽ 4,000 രൂപയുടെ സാധനം അവർ തിരികെ തന്നു. അപ്പോൾ തിരികെ തരുമ്പോൾ ആ തുക കുറച്ചാണ് ഇനി അവരുടെ കയ്യിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ 4,000 രൂപയ്ക്ക് ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട്. ഡിസ്കൗണ്ട് അലൗഡ് അതായത് ഈ ഡെറ്റർക്ക് ബിസിനസ്സിൽ നിന്ന് ഡിസ്കൗണ്ട് കൊടുത്ത് അവർ കൃത്യമായിട്ട് ക്യാഷ് കൊണ്ടു തന്നപ്പോൾ ഒരു 3,000 രൂപ കിഴിവ് കൊടുത്തു. അപ്പം ഇനി ഡെറ്ററുടെ കയ്യിൽ നിന്ന് 3,000 രൂപ കുറച്ചല്ലേ കിട്ടുള്ളൂ. ആ 3,000 രൂപയ്ക്ക് ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് വീണ്ടും ഡിക്രീസ് ചെയ്തു. പിന്നെ ക്യാഷ് എന്ത് ചെയ്തു? ഡെറ്റേഴ്സ് 1,00,000 രൂപ ക്യാഷ് തന്നു. ക്യാഷ് തന്നാൽ പിന്നെ അവരെ ഡെറ്റർ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ക്യാഷ് തന്നു, അത്രയും തുകയ്ക്കും ഡെറ്റർ എന്ന് പറഞ്ഞ അസറ്റ് അവിടെ ഡിക്രീസ് ചെയ്യുന്നു, കാരണം അവർ ക്യാഷ് തന്നു. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അവിടെ വന്നു. അതുപോലെ ബിൽസ് റിസീവബിൾ, ഡെറ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? 30,000 രൂപയുടെ ബിൽസ് റിസീവബിൾ തന്നിട്ടുണ്ട്. 30,000 എവിടെ നിന്നാണ് കിട്ടിയത്? കേട്ടോ, ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ നിന്നാണ്. ഇതിനാണ് നമ്മൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് തയ്യാറാക്കിയത്. ടോട്ടൽ ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപയുടെ ബിൽസ് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്? 30,000 രൂപയുടെ. അപ്പോൾ അതുകൊണ്ടാണ് ട്രാൻസ്ഫർ ഫ്രം ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഡെറ്റേഴ്സിൻ്റെ ഈ എമൗണ്ട് ടോട്ടൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ടോട്ടൽ ബിൽസ് റിസീവബിളിൻ്റെ എമൗണ്ട് ആണ് 30,000. അപ്പം 30,000 രൂപയുടെ ബില്ല് കിട്ടിയെന്ന് പറയുമ്പോഴും ബില്ല് തന്ന സ്ഥിതിക്ക്, അതായത് 30,000 രൂപ വാല്യൂ ഉള്ള ഒരു അസറ്റാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും തുകയ്ക്ക് ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ഓപ്പണിംഗ് ബാലൻസ് ആദ്യം എഴുതിയിട്ടുണ്ട്. ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റ് സെയിൽസിൻ്റെ എമൗണ്ട് ആണ്. ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത് 1,79,000 വരും. ഇനി അതിനുശേഷം ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുക. അതുപോലെ തന്നെ ക്രെഡിറ്റർ എന്ന് പറഞ്ഞ ലയബിലിറ്റി അക്കൗണ്ടാണ്. ലയബിലിറ്റിക്ക് എപ്പോഴും ഏത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓപ്പണിങ് ക്ലോസിങ് ഡെബിറ്റിലും ആയിരിക്കും വരുന്നത്. പിന്നെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലും. ഇപ്പോൾ ഇവിടെ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റം എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ, അതായത് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് കൊടുക്കുമ്പോൾ അവരൊരു 5,000 രൂപ കിഴിവ് തരുന്നു. അപ്പോൾ അത്രയും തുകയ്ക്ക് നമ്മുടെ ബാധ്യത എന്ത് ചെയ്യുക? ആ 5,000 രൂപ കുറച്ച് കൊടുത്താൽ പോരെ. അപ്പോൾ ക്രെഡിറ്ററോടുള്ള ബാധ്യത 5,000 രൂപയ്ക്ക് കുറയുന്നു. പിന്നെ ക്യാഷ് കൊടുക്കുമ്പോൾ, ക്യാഷ് കൊടുത്തു കഴിഞ്ഞാലും ആ ലയബിലിറ്റി അവിടെ തീരുകയാണല്ലോ. പിന്നെ ക്രെഡിറ്റ് ഒന്നും നമ്മൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 80,000 രൂപ ക്യാഷ് കൊടുക്കുമ്പോൾ അത്രയും ബാധ്യത അവിടെ കുറയുന്നു. പിന്നെ അതുപോലെ ബിൽസ് പേയബിൾ, ഈ എമൗണ്ട് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ടോട്ടൽ ബിൽസ് പേയബിൾ അക്കൗണ്ടിൽ നിന്നാണ് കിട്ടുന്നത്. അതായത് എത്ര രൂപയുടെ ബിൽസ് പേയബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്? 45,000 രൂപയുടെ. അത്രയും രൂപയുടെ ബിൽസ് പേയബിൾ കൊടുക്കുമ്പോഴും അവിടെ എന്ത് സംഭവിക്കുന്നു? ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി അവിടെ ഡിക്രീസ് ചെയ്യുന്നു. കാരണം ബിൽസ് പേയബിൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തേക്കുവാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അത്രയും ക്രെഡിറ്റർ എന്നുള്ള ആ ബാധ്യത എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ എമൗണ്ട് നമ്മൾ കിട്ടുന്നത് ഈ ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെ
ഈ അക്കൗണ്ട് തയ്യാറാക്കിയാണ് നമ്മളിത് കണ്ടുപിടിക്കേണ്ടത്. അതായത് മൊത്തം എത്ര രൂപയുടെ ബിൽസ് പേയബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അറിയാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ട്രാൻസ്ഫർ ഫ്രം ബിൽസ് പേയബിൾ അക്കൗണ്ട് എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയുമാണ്. പിന്നെ ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്, അത് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഈ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യിക്കുന്നത്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നതെന്ന് പറയുന്നത് ഐറ്റം എന്ന് പറയുന്നത് മെയിനായിട്ടും എപ്പോഴാണ് ക്രെഡിറ്റ് പർച്ചേസ്, അത് നമുക്ക് ബാലൻസ് ചെയ്ത് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ഇത്. ഇപ്പോൾ ടോട്ടൽ ചെയ്യുന്നു, ഇതിൽ നിന്ന് ഇത് 80,000 1,70,000 50,000 കുറച്ച് കഴിയുമ്പോൾ 1,20,000 കിട്ടുന്നു. അതാണ് എന്തെന്ന് പറയുന്നത് ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അത് നമ്മുടെ ബാലൻസിങ് ഫിഗർ. ഇനി നമ്മളുടെ ചോദ്യം എന്താണ്? നമ്മളോട് ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിലും കണ്ടുപിടിക്കാനല്ല ചോദ്യം. എന്താണ്? ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ടോട്ടൽ പർച്ചേസ് ആൻഡ് ടോട്ടൽ സെയിൽസ്. പിന്നെ ടോട്ടൽ പർച്ചേസും ടോട്ടൽ സെയിൽസും കാണാൻ എന്താ വിഷമയിരിക്കുന്നത്? ടോട്ടൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് പർച്ചേസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് ആണെന്നറിയാം അല്ലേ? ഇവിടെ നോക്കിക്കേ, ക്യാഷ് പർച്ചേസിൻ്റെ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 8,000. ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചു 1,20,000. അപ്പോൾ ടോട്ടൽ പർച്ചേസ് പറയുന്നത് എന്താണ്? 1,28,000 അല്ലേ? അപ്പം ക്രെഡിറ്റ് പർച്ചേസ് എന്താണ്? ക്രെഡിറ്റ് പർച്ചേസും ക്യാഷ് പർച്ചേസും കൂടി ചേരുന്നതാണ്. രണ്ടും കൂടി ചേരുമ്പോൾ 1,28,000. അതുപോലെ ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ടും കണ്ടുപിടിക്കണം. ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് സെയിലല്ല, ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. ടോട്ടൽ സെയിൽസ് വന്നാൽ ക്യാഷ് സെയിൽ പ്ലസ് ക്രെഡിറ്റ് സെയിലാണ്. ക്യാഷ് സെയിലിൻ്റെ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 10,000. ആ 10,000 പ്ലസ് ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ട് ഇതേ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 1,79,000. അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോൾ എത്ര വരും? 1,89,000 രൂപയുടെയാണ് ടോട്ടൽ സെയിൽസ് നടന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.